ഹലോ എവരിവൺ. നമ്മൾ ഇനി തൊട്ടിട്ട് ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതാണ് ബാൻഡിറ്റ് ഓവർ ദ വയർ ഗെയിം സീരീസ്. ഇതിനു മുമ്പ് നമ്മൾ ഫസ്റ്റ് സി പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ചാനലിൽ നമ്മൾ സെക്കൻഡ് സീരീസാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അത് ബാൻഡിറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. മേ ബി നിങ്ങൾ ഈ ഒരു ഗെയിമിനെ പറ്റി കേട്ടിട്ടുണ്ടാവാം, ഓറൽസ് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടാവാം. ഞാൻ ഈ ഒരു ഗെയിം എന്താണെന്ന് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ബേസിക്കലി സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗെയിമാണ്. സോ സൈബർ സെക്യൂരിറ്റി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ, അതല്ലാന്നുണ്ടെങ്കിൽ ലിനക്സിന് കൂടുതൽ പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു സീരീസ് വാച്ച് ചെയ്യാം. ആൻഡ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മൾ ലിനക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കമാൻഡ് ലൈനാണ്. നമ്മൾ ടെർമിനൽ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ മൗസ് ഉപയോഗിച്ചിട്ടായിരിക്കില്ല പല സിസ്റ്റത്തിന് ഒരു കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മറ്റൊരു കമ്പ്യൂട്ടറിൻ്റെ ആക്സസ് കിട്ടി എന്ന് വിചാരിക്കാം. ആ ടൈമിൽ നിങ്ങൾക്ക് അതിലൊരു ഫോൾഡർ കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ടെർമിനൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണം. അപ്പോൾ അതിന് നമുക്ക് നിർബന്ധമായിട്ടും ലിനക്സ് OS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന കമാൻഡ്സ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ഓവർ ദ വയർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ അവർ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ചില ആളുടെ വിചാരം ബാൻഡിറ്റ് മാത്രമാണ് ഗെയിമായിട്ടുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, പല പല ഗെയിംസ് ഉണ്ട്. അതിലൊരു ഗെയിം മാത്രമാണ് ബാൻഡിറ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് ബാക്കി ഗെയിംസ് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഇതിൽ ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത് ബാൻഡിറ്റ് എന്ന് പറയുന്ന ഗെയിമാണ്. ഈ ഗെയിം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി അവരുടെ ഒരു സെർവറിലേക്ക് കയറും. ഇപ്പോൾ സെർവർ എന്താണ് എന്നറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്തെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളൊരു വീഡിയോ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മളാണ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് സെർവർ എന്താണ്, അതേപോലെ തന്നെ ഓപ്പൺ സോഴ്സ് എന്താണെന്നുള്ള. ഈ രണ്ട് വീഡിയോസും നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം എന്താണ് ലിനക്സ്, അതേപോലെ തന്നെ എന്താണ് സെർവർ എന്നുള്ളൊരു ഐഡിയ കിട്ടും. സോ നമ്മളൊരു ഡിഫറെൻറ്റ് സെർവറിലേക്ക്, എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എൻ്റർ ആവുകയും ആ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്കൊരു പാസ്വേഡ് കിട്ടും. എന്നാൽ ആ പാസ്വേഡ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത കമ്പ്യൂട്ടറിൽ കയറിയിട്ട് ഈ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യണം. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു മോർ ദാൻ 25ഓളം ലെവൽസ് ഉണ്ട്. ഇതൊക്കെ ഭയങ്കര ഡീപ്പറായിരിക്കും. ചിലതൊക്കെ ഭയങ്കര എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും അവരവരുടെ പാസ്വേഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു കമ്പ്യൂട്ടറിനകത്ത് കയറിയിട്ട് ആ ഒരു പാസ്വേഡ് കണ്ടെത്തിയിട്ട് നമ്മൾ തിരിച്ചു വരിക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് വേറൊരു കമ്പ്യൂട്ടർ തുറക്കുക. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കാണാവുന്ന ഒരു സീരീസാണിത്. ആൻഡ് ഈ സീരീസിലൂടെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലിനക്സിൽ എങ്ങനെയാണ് സൈബർ സെക്യൂരിറ്റിയിൽ നമ്മൾ ലിനക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോഴേക്കും ഈ ലിനക്സിലെ കമാൻഡ്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറ് പരിപാടിയാണ്. അപ്പോൾ നമ്മളിതൊരു ഗെയിം പോലെ, ഒരു റിയൽ ടൈം ഹാക്കിംഗ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തു പഠിക്കാവുന്നതാണ് ഇതിൽ. പിന്നെ സർവേഴ്സിൽ എന്നിരിക്കുകയാണെങ്കിൽ ലോകത്തെമ്പാടും ഉള്ള സർവേഴ്സിൽ ഒരു 90% എന്ന് നമുക്കൊരു കണക്ക് പറയാം. അതിലൊക്കെ ലിനക്സിൻ്റെ OSകളായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈവൻ നിങ്ങളുടെ ആൻഡ്രോയിഡ് വരെ എന്താണ് ലിനക്സിൻ്റെ ഒരു OS ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ GNU ലിനക്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ ഒരു സീരീസിൽ ലിനക്സിൻ്റെ ഫയൽ സിസ്റ്റം അല്ലെങ്കിൽ കൂടുതൽ ഇൻഡെപ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിലും എന്താണ് ലിനക്സ് എന്നുള്ളൊക്കെ ഒരു ഐഡിയ കിട്ടും. അതേപോലെ തന്നെ ലിനക്സിൻ്റെ കമാൻഡ്സ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവുക. ആൻഡ് ഓൾസോ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റിയിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും SSH ഷെൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഹിഡൻ ഫയൽസ് സേവ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ ഹിഡൻ ഫയൽസ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ പറ്റും, അതിനെങ്ങനെയാണ് ഡാറ്റ എടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇതാണ് ബാൻഡിറ്റിൻ്റെ സൈറ്റ് overthewire.org/wargame/bandit എന്നാണ് സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് പോയിട്ട് ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു സീരീസ് നിങ്ങൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ വാച്ച് ചെയ്യുക, അതിന് ശേഷം പോയിട്ട് ചെയ്യരുത് കേട്ടോ. കാരണം സൈബർ സെക്യൂരിറ്റി പഠിക്കുമ്പോൾ എൻ്റെലി ഡിഫറെൻറ്റ് അപ്രോച്ച് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതിലെങ്ങനെയെന്ന് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സീരീസ് കേൾക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി ഇൻട്രസ്റ്റഡ് ആണ്, സോ ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണും. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു 4 അല്ലെങ്കിൽ 5 ലെവലൊക്കെ ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ 4 അല്ലെങ്കിൽ ഒരു 5 ലെവൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതേപോലെ കണ്ട് മനസ്സിലാക്കിയിട്ട് അതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്.
നിങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഡേ നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാം, അടുത്ത ഒരു 10 ലെവലിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി, കമാൻഡ്സ് നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു പ്രോബ്ലം സോൾവിങ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോ കാണും. അതിനുശേഷം കണ്ടതിന് ശേഷം ഓക്കെ ഇവിടെയാണ് ഞാൻ സ്റ്റക്ക് ആയത്, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം അത് വീണ്ടും എന്ത് ചെയ്യുക, പോയി ചെയ്യാം നിങ്ങളുടെ സിസ്റ്റത്തിൽ. എന്നിട്ട് നിങ്ങൾ എന്താ സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ അടുത്ത ലെവൽ കാണാൻ നിൽക്കരുത്, വീണ്ടും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾ എവിടേക്കാണോ സ്റ്റക്ക് ആവുന്നത് ആ ടൈമിൽ മാത്രം ഈ CBS കണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണ് നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റിയിൽ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഗ്രാസ്പ് കിട്ടുകയുള്ളൂ. ആൻഡ് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു സോളിഡ് ഫൗണ്ടേഷൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സീരീസാണ്. ഇറ്റ്സ് നോട്ട് ഫോർ എക്സ്പേർട്സ്. സോ നിങ്ങളൊരു സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സീരീസിൻ്റെ ആവശ്യമില്ല. ഫോർ ദ ബിഗിനേഴ്സ് അല്ലാതെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കും നമ്മുടെ ഈ ഒരു സീരീസ് കാണാവുന്നതാണ്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഐ മീൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നോ അതല്ലെങ്കിൽ നമ്മൾ പുതിയ വേറെ എന്തെങ്കിലും സീരീസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടൊക്കെ അറിയിക്കുക. താങ്ക് യു.